ശരത്തേട്ടാ, ഈ അഗ്നി നമ്മളുടെ ലൈഫിൽ എല്ലാത്തിലും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ചാനലാണ്, ഇമ്പോർട്ടൻ്റ് ഒരു എലമെൻറ്റും കൂടെയാണെന്ന് പറഞ്ഞു. ഇത്ര നേരം നമുക്ക് മനസ്സിലായി. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി അണ്ടർഗോ. അത് ട്രോമയാവാം, പെയിൻ ആവാം, ഇൻവാലിഡ്സ് ആവാം, എല്ലാം നമുക്ക് അൺകൺട്രോളബിൾ ആവുകയാണ്. അപ്പം ഈ പാഷൻ, ആംബിഷൻ, ആങ്കർ, ക്രിയേറ്റിവിറ്റി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് ഈ അഗ്നി തന്നെയാണല്ലോ. ഇതിന് നമുക്ക് വൈസ്ലി ഉപയോഗിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതിനെ? പറ്റും. ഇപ്പം പറഞ്ഞതിൽ ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? വികാരം പറഞ്ഞു, ലക്ഷ്യങ്ങൾ പറഞ്ഞു, ആഗ്രഹങ്ങൾ, അംബിഷൻ പറഞ്ഞു, പിറന്നപ്പം ദേഷ്യം പറഞ്ഞു, അശോക്. അതെ. അപ്പോൾ ഇതെല്ലാം പച്ചയായിട്ടുള്ള റോ ഫയറാണ്. അവനവനെയും മറ്റുള്ളവനെയും പൊള്ളിക്കാണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ അറിവാണ് ഇത് ഉപയോഗിക്കണതിന് വേണ്ടത്. ഇത് പൊള്ളിക്കും. കത്തിയാളുന്ന വികാരം ഒരാളെ പൊള്ളിക്കാം, അവനവനെയും പൊള്ളിക്കാം, വേറൊരാളെയും പൊള്ളിക്കാം. കത്തിയാളുന്ന ലക്ഷ്യം, ബോധം, അവനവനും നാശത്തിലെത്തിക്കാം, വേറൊരാളെയും പൊള്ളിക്കാം. വലിയ വലിയ അംബിഷൻസ്, അവനവനെയും തകർക്കാം, വേറൊരുത്തിനെയും തകർക്കാം. അല്ലേ? എന്തിലും അതൊക്കെ റോ ഫയറാണ്. ആ ഫയറില്ലാണ്ട് ഇതൊന്നും നടക്കില്ല. പക്ഷേ വിത്തൗട്ട് ഗെറ്റിംഗ് ബേൺഡ് ദംസെൽസ് ആൻഡ് വിതൗട്ട് ബേണിങ് അതേഴ്സ്, എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നൊരു വിദ്യയുണ്ട്. ആ ജ്ഞാനം ഉണ്ടായാൽ ഈ പറഞ്ഞ ഈസിലി മാനേജബിൾ. ഇത് നമ്മൾ ഈ നമ്മുടെ ഈ ട്രഡീഷണൽ പ്രാക്ടീസസായ യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇതിനെ സാധനങ്ങളൊക്കെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണോ? വലിയൊരളവോളം പറ്റും. ഭക്ഷണം ക്രമീകരണം, പ്രാണായാമം, ചിട്ടകൾ, യമനിയമാദികളിൽ കൂടെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. സ്പോർട്സ് ആക്ടിവിറ്റി, മാർഷൽ ആർട്സ്, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമോ ഇതിനെ? ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യും. അത് ഓരോ വ്യക്തിക്കനുസരിച്ചിട്ടാണ്. ചിലവരിൽ അഗ്നി ഓൾറെഡി വർദ്ധിച്ചിരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഹെവി എക്സസൈസസ് ഒക്കെ ഭീകരാവസ്ഥയാക്കും, കൂട്ടും. അതേമാതിരി തന്നെയാണ് എല്ലാവർക്കും എല്ലാം മന്ത്രവും പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ അഗ്നിയുടെ വിഷയമാണ്. ചിലവരിൽ അഗ്നി ഓൾറെഡി നല്ല തെളിഞ്ഞ് കത്തി നിൽക്കുന്ന ആൾക്കാരിൽ കൂടുതൽ അതിനെ ആളിക്കുന്ന വിധത്തിലുള്ള മന്ത്രങ്ങളുടെ ഉപാസന അവർ ഇംബാലൻസിലാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒഴിവാക്കണം. അപ്പോൾ അഗ്നി വലിയൊരു വിഷയമാണിത്. അതിനെ എങ്ങനെ വൈസായിട്ട് ഉപയോഗിക്കണം, അതിനാണ് ഗുരു വേണമെന്ന് പറയുന്നത്. എന്തിലും. ഇവൻ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ പറയില്ല ഓവർ ട്രെയിൻ ചെയ്യരുത്. ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ ഓവർ ട്രെയിൻ ചെയ്താൽ കഴിഞ്ഞു. ഓവർ ട്രെയിൻ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഡാമേജുകൾ ഉണ്ടാവാം. കാരണം ആ ട്രെയിൻ ചെയ്യാനുള്ള ഡ്രൈവ് അഗ്നിയാണ്. ആ പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ആ വെറി എന്ന് പറയില്ല, അത് അഗ്നിയാണ്. ആ അഗ്നിയെ നമ്മൾ ടൈം ചെയ്യണം. മെരുക്കപ്പെടാത്ത അഗ്നി ഭയങ്കര കുഴപ്പമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ അവിടെ. ആ ട്രാൻസ്ഫോർമേഷൻ അൺകൺട്രോളബിൾ ആയാലോ? ഡിസ്ട്രക്ഷനായി മാറും. ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മളിപ്പം ക്രിയേറ്റീവ് സൈഡ്സിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മ്യൂസിക് അങ്ങനത്തെ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആ പറയുന്ന ആ ഒരു ഇന്നർ ഫയർ ടു ഡു അല്ലെങ്കിൽ ടു ക്രാക്ക് ട്യൂൺ, ആ ഒരു ഇന്നർ ഫയർ എന്നുള്ളത് അതും ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അതാ ക്രിയാത്മകതയുടെ, നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ സംഗീതം, ചിത്രകല, അങ്ങനെ പെർഫോമിംഗ് ആർട്സ്, ഇതിലൊക്കെ. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാനുള്ള, അതായത് ഒരാശയത്തെ പ്രകടിപ്പിക്കലാണല്ലോ കല. ആ പ്രകടിപ്പിക്കാനുള്ള ആവേശം അഗ്നിയാണ്. ആ പ്രകടിപ്പിക്കാനുള്ള അറിവും അഗ്നിയാണ്. ആവേശം മാത്രം ഉണ്ടായിട്ടില്ല, അറിവ് വേണം. എങ്ങനെ, ഹൗ ടു, ഒരു ചിത്രം വരയ്ക്കണേ എങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ അതും അഗ്നിയാണ്. കാരണം അതും പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. ഫൈനലി അത് പ്രകടിപ്പിക്കാനൊരു എനർജി വേണം. അറിവുണ്ടായിട്ടും ആവേശം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത് റൺ ചെയ്യാനൊരു എനർജി വേണം, അതും അഗ്നിയാണ്. അതുകൊണ്ട് 3 ഫേസിലും, അറ്റ് ദ ഐഡിയേഷൻ ഫേസ്, അറ്റ് ദി എക്സിക്യൂഷൻ ഫേസ്, ആൻഡ് ആസ് ദി എനർജി റണ്ണിങ് ബിഹൈൻഡ് ഇറ്റ്, ഓർ ആസ് ദി എനർജി ദറ്റ് സസ്റ്റെയിൻസ് ഇറ്റ്, അഗ്നി തന്നെയാണിത്. ഇത് ഡിഫറെൻറ്റ് ഫോംസ് ആണോ അതോ? ഞാൻ പറഞ്ഞല്ലോ, അത് തീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തീ എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളെ വേദത്തിൻ്റെ സെൻസിലെടുക്കണം. ആ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണത്. ആ സെൻസിൽ ഈ പലതരം ഒരാശയമായിരുന്നതിനെ രൂപാന്തരീകരിച്ച് ട്രാൻസ്ഫോം ചെയ്ത് ഒരു വസ്തുവാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാക്കി, നമ്മൾ ഒരു കലാരൂപമാക്കി, അങ്ങനെ വാട്ടവർ, ഒരു സംഗീത ശകലാക്കി, വാട്ടവർ. അതിൻ്റെ പുറകിൽ ആശയവും അതാണ്,
ആ പ്രവൃത്തി അതെങ്ങനെ ചെയ്യണം എന്നുള്ള അറിവും അതാണ്, ഇതിനെ നടപ്പിലാക്കുന്ന ഫോഴ്സും അതാണ്. മൂന്നും അഗ്നിയാണ്. ആ അഗ്നി എന്നുള്ള കൺസെപ്റ്റിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അപ്പോൾ സംഗീതത്തിലും ചിത്രകലകൾക്ക് അഗ്നി തന്നെയാണ്. നമ്മൾ ഈ സൈലൻസ് പറയുമല്ലോ, അതെങ്ങനെയാണ് ഈ പറയുന്ന അഗ്നിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സൈലൻസിന് ഈ അഗ്നി എന്ന് പറയുന്നത് ഈ സൈലൻസിലൂടെ ഒരു ഫോം ഉണ്ടാവുമോ, അതോ കെയോസ് മാത്രമല്ല, ബഹളം മാത്രമാണ്. അഗ്നി കത്തുമ്പോൾ അങ്ങനെയാണല്ലോ, മൊത്തം ബഹളം ചാട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ടല്ലേ കത്തിക്കുക. അതല്ലാണ്ടുള്ള ഒരു വേറൊരു ഫോം ഉണ്ടോ, വിത്തൗട്ട് നോയ്സ് എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമോ? ഏറ്റവും ശക്തമായിട്ടുള്ള അഗ്നി നിശബ്ദമാണ്. ഓക്കെ, ശിവൻ തന്നെ. ഓ, ഏറ്റവും ശക്തമായിട്ടുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ നിശബ്ദമാണ്, നിശബ്ദതയാണ്. ബഹളം ഉണ്ടാക്കുന്ന അഗ്നിയെക്കാട്ടിലും പവറാണ് നിശബ്ദമായിട്ടുള്ള അഗ്നിക്ക്. ഏകാഗ്രത, തപസ്, ആഴത്തിലുള്ള അറിവ്, ഇൻഡെപ്ത് നോളജ്, ഇതൊക്കെ എന്തൊരു പവർഫുൾ അഗ്നികളാണ് അല്ലേ? അതിൻ്റെയൊക്കെ ഒരു മൂർത്തിവൽഭാവമാണ്, ഒരു മൂർത്തിവൽക്കരണം, അല്ലെങ്കിൽ ഒരു ഡൈഫൈഡ് ഫോമാണ് ശിവൻ്റെ. അതുകൊണ്ട് ഏറ്റവും നിശബ്ദമായിട്ടുള്ള അഗ്നിയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഗ്നി, ഒരു സംശയമില്ല അതിൽ. ബിക്കോസ് ഹീ സോ സൈലൻറ്റ്. ശിവൻ സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ശിവൻ സംസാരിക്കുന്നത് ബാലയിലും സിനിമയിലും ഉള്ളൂ എന്ന് ഞാൻ തമാശയ്ക്ക് പറയാറില്ലേ. തിരുവിളയാടിലൊക്കെ അതെ, ബാലയിൽ ഭയങ്കര നെടുങ്ക ഡയലോഗ് പറയുന്നത് അതിലൊക്കെ പറയുള്ളൂ ഭഗവാൻ. ശബ്ദത്തിന് വൈഖരിയെ അത്രയും അത്രയും പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആളല്ലേ. അപ്പോൾ എന്താ പറയുക, കൺവേ ചെയ്യുന്നത് മുദ്രകളിലൊക്കെയാണ്. അത് തന്നെ വളരെ പിശുക്കിയിട്ടാണ് അദ്ദേഹം. വളരെ എനർജി കൺസർവേഷൻ്റെ രാജാവാണല്ലോ. കിങ് പോലും അല്ല, അതൊരു എംപറർ അത് ആ കാര്യത്തിൽ. അപ്പോൾ ഈ സൈലൻ്റ് ആയിട്ടുള്ള ഫയർ നമ്മൾ പറയില്ലേ, സൈലൻറ്റ്, ദെർ വാസ് എ സൈലൻറ്റ് ഫയർ ഇൻ ഹിം, ഐ കുഡ് സി എ സൈലൻറ്റ് ഫയർ ഇൻ ഹിം. ഇൻ ദി സൈലൻറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ആ സൈലൻറ്റ് ഫയറിന് ട്രാൻസ്ഫോർമേഷൻ പവർ ഭയങ്കരമായിരിക്കും. അവിടെയാണ് കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഏകാഗ്രത. അതുമാതിരി നല്ല തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് എഫർട്ട്, ഒരു ഹോൾ ഹാർട്ടഡ് എഫർട്ടൊക്കെ തപസ്സാണ്. അല്ലാണ്ട് പോയി ഇങ്ങനെ കണ്ണടച്ച് തപസ് ചെയ്യലല്ല. നമ്മൾ പറയില്ല, അവനതൊരു തപസ് പോലെയാണ് ചെയ്ത്, ഒരു തപസ് പോലെയാണ് അവൻ്റെ വീട് പണിത് അല്ലേ. ഒരു തപസ്, അച്ഛനും അമ്മയോടും കൂടപ്പറപ്പുകൾക്കും വേണ്ടി തപസ് പോലെയായിരുന്നു അവൻ്റെ ജീവിതം, അയാളുടെ ജീവിതം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് തപസ് പോലെയായിരുന്നു മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ അവരത്രയും ആണ്ടിറങ്ങി ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ആഴത്തിലുള്ള അറിവ്. ഈ പറഞ്ഞ സ്ഥലത്ത് ഏകാഗ്രതയിൽ ബഹളമില്ല, തപസ്സിൽ ബഹളമില്ല, ആഴത്തിൽ ഇൻഡെപ്ത് നോളജിൽ ബഹളമില്ല. ഇൻഡെപ്ത് നോളജ് ഇല്ലാത്തവൻ ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പുറത്ത് പോസ്റ്റ് ഇട്ട് കണക്ക്. കണ്ടന്റ് ഉള്ള ആൾക്കാർ അധികം സംസാരിക്കില്ല. അപ്പം ഈ മൂന്നും സൈലൻ്റ് അഗ്നിയുടെ ബെസ്റ്റ് എക്സാമ്പിൾസാണ്. രൂപം വേണ്ടെങ്കിൽ മഹാദേവനുണ്ട്. മ്യൂസിക്കിന് ഈ ബാലൻസ് ചെയ്യാനുള്ള പവറുണ്ടോ? അതേപോലെ ഈ അഗ്നീനെ നമുക്കൊന്ന് നമ്മളുടെ ഉള്ളിലൊന്ന് സൂത്ത് ചെയ്യാൻ പറ്റുമോ? സംഗീതത്തിന് മെരിക്കാൻ പറ്റുമോ? മ്യൂസിക്കിന്, സംഗീതത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള തീനും മെരിക്കാൻ പറ്റും, അകത്തെ മാത്രമല്ല, അകത്തെ എന്തായാലും പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ പാട്ട് കേട്ട് റിലാക്സ് ആവുന്നതും ഹാപ്പി ആവുന്നതും ഒക്കെ. സീരിയസ്ലി പാട്ട് നമ്മൾ ഈ ചെവിയിൽ ഇതും വെച്ച് നടക്കുമ്പോൾ, ഇയർപോഡും വെച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം അതാണല്ലോ. അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നതും പാട്ട് പഠിക്കുന്നതും ഒക്കെ എൻഡ് ഓഫ് ദി ഡേ അകത്തെ ഫയറിന് ടൈം ചെയ്യണത്. സംഗീതത്തിന് രാഗം, താളം, ഇത് കൂടാണ്ട് ഇൻറ്റൻഷൻ, ഉദ്ദേശം, എന്തിനാണ് ആ സംഗീതം പ്രയോഗിക്കുന്നത്. നമ്മൾ മന്ത്രത്തിനാണെങ്കിൽ അതിനെ സങ്കല്പം എന്ന് പറയും. ഞാൻ എന്തിനു വേണ്ടിയിട്ട് ജപിക്കുന്നു എന്ന് പറയില്ലേ, പരമേശ്വര പ്രീത്യർത്ഥം, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ പ്രീതിക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞാൽ ഒരു പർപ്പസ് ഉണ്ടാവും നമ്മൾ എന്തും ചെയ്യണം. സംഗീതത്തിൻ്റെ ആദ്യത്തെ 2 ഘടകങ്ങൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്, രാഗം, താളം. മൂന്നാമത്തത് ഉദ്ദേശം, എന്തിനു വേണ്ടിയിട്ടത് പാടുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് അത്. ഇത് മൂന്നും അനുസരിച്ച് അഗ്നിയെ വളർത്താം, ഉണർത്താം, തിരിയെ കത്തിക്കാം, തീപ്പെട്ടി ഇല്ലാണ്ട് ഉണർത്താം, വളർത്താം, സന്തുലിതമാക്കാം, ലൈക്ക് ബാലൻസ്ഡ് ആക്കാം, തണുപ്പിക്കാം. താൻസൻ എന്താ ചെയ്ത്?
ദീപകരാഗം പാടിയിട്ട് കൊട്ടാരത്തിലെ സകല വിളക്കും അക്ബറുടെ കൊട്ടാരത്തിലെ കത്തിച്ചു എന്നാണ്. ബെസ്റ്റ് എക്സാമ്പിൾ. ആ ബെസ്റ്റ് എക്സാമ്പിളാണ്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ചുട്ടുകരിയുണ്ട്. അദ്ദേഹം കരിവാളിച്ചു പോവും, ബോധം കെട്ട് വീഴും. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം മരിക്കുന്നാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മേഘമൽഹാർ പാടിയിട്ട് മഴ പെയ്ച്ച് തണുപ്പിക്കുക ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവും. അപ്പോൾ അവിടെ ഉദ്ദേശമുണ്ട്, വിളക്കുകൾ കത്തണം, അഗ്നിയുടെ പ്രഭാവം അവിടെ കാണണം, അഗ്നിയെ കാണാറാകണം. അതാണ് അവിടുത്തെ ഉദ്ദേശം. ആ ഉദ്ദേശത്തോടു കൂടി ഒരു നിശ്ചിതമായ താളത്തിലും രാഗത്തിലും പാടുമ്പോൾ അഗ്നി അവിടെ ഉണ്ടായേ പറ്റൂ, അത് വളർന്നേ പറ്റൂ. മനസ്സിലായി? താൻസന്റെ മ്യൂസിക്കിന് ഒരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു. ഈ അസ്ത്രം പ്രയോഗിക്കുമ്പോഴും ചെയ്യും. ഇതിപ്പോൾ യുദ്ധത്തിൽ ധനുർവിദ്യയിൽ ഇത് വലിയൊരു വിഷയമാണിത്. ധനുർവിദ്യയിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വായുവാസ്ത്രം വയ്ക്കും. എന്തിനറിയോ? തീ ആളി പടർത്താൻ. ഓ, കാറ്റുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വലുതാക്കാൻ. വേദത്തിൽ ഇതിനെ ജാതവേദസ് എന്ന് പറയും. അഗ്നിയെ ജാതവേദസ്, അറിവെന്നുണ്ടായത്. അർത്ഥം നോക്കൂ, അറിവെന്ന് അഗ്നിയല്ല ഉണ്ടാവുക. അഗ്നിയെ അറിവേ അഗ്നി, അറിവെന്നുണ്ടായത്. അല്ലെങ്കിൽ എന്തിൽ നിന്നാണോ അറിവുണ്ടായത്, അത് ജാതവേദസ്. അതുകൊണ്ട് തന്നെ ഈ ദുർഗയുടെ സൂക്തം 1-ാമത്തെ മന്ത്രമുണ്ട്, നമ്മൾ തൃഷ്ടുപ എന്ന് പറയുന്നത്. അത് ഈ ശത്രുസംഹാരാദികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്, രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അഗ്നേയാസ്ത്രം, അതിലേക്ക് ചില ബീജാക്ഷരങ്ങൾ ചേർത്താൽ അത് അഗ്നേയാസ്ത്രമായി. അഗ്നേയാസ്ത്രത്തിൻ്റെ മന്ത്രത ജാതവേദസേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ ഒരു മന്ത്രം. ദുർഗയ്ക്കും അത് പ്രധാന. പ്രപഞ്ചശക്തിയല്ലേ ദുർഗ, മനസ്സിൻ്റെ അധിപതിയാണ് ദുർഗ. നോക്കൂ, ആ അഗ്നി എവിടെയൊക്കെ വരേണ്ടതെന്നുള്ളത്. വേറെവർ ഈ പറഞ്ഞ മാതിരി പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, പവർ ഓഫ് മൂവ്മെൻറ്റ്, ഒരു കാര്യത്തിനെ വേറൊന്നാക്കി മാറ്റിമറിക്കേണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ അഗ്നി കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ സംഗീതത്തിൽ എന്തുകൊണ്ട് വന്നുകൂടാ? അല്ലേ? സംഗീതം എന്താ എൻഡ് ഓഫ് ദി ഡേ ചെയ്യുന്നത്? നമ്മുടെ പ്യൂർ ഇമോഷൻസിനെ തൊട്ടുണർത്തും. വാക്കുകൾ പോലും ആവശ്യമില്ല. പല പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും, അല്ലേ? അതെ, സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റിമുലേറ്റും ചെയ്യും ഭയങ്കരമായിട്ട്. പ്രഭാതത്തിൽ കേൾക്കേണ്ട രാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രഭാതത്തിൻ്റെ ഫീലാണ് വരിക. ഫ്രഷ്നെസ്. അതെ, മധ്യാഹ്നത്തിൽ കേൾക്കേണ്ട മധ്യാഹ്നത്തിൽ, വൈകുന്നേരം കേൾക്കേണ്ട സായാഹ്നത്തിൽ കേൾക്കേണ്ട രാത്രിയുടെ രാഗങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വെച്ച്? ഈ വികാരങ്ങളെ ഉണർത്തുന്നതുകൊണ്ടാണ്. ഈ വികാരങ്ങൾ എങ്ങനെ ഉണർത്തുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന് പറയാൻ പറ്റുമോ? മാക്സിമം നമുക്കൊരു ന്യൂറോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയാം. ആ ടൈമിൽ അത്തരം ന്യൂറോ പൾസസിനെ ഈ സ്വരശബ്ദങ്ങൾ ഉണർത്തുന്നു, അതുകൊണ്ടാണെന്ന് പറയാം. അതിൻ്റെ ക്രമം ആര് കണ്ടുപിടിച്ചു? ആ ക്രമം അഗ്നിയാണ്. അത് വരുന്ന താളം അഗ്നിയാണ്. അത് ഇതിനു വേണ്ടിയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രയോഗിക്കുന്നത് അഗ്നിയാണ്. ആ അഗ്നിയെ കൊണ്ട് തന്നെയാണ് അഗ്നിയെ തണുപ്പിക്കുന്നതും വളർത്തുന്നതും. ഇവിടെ ഒരു വികാരം, ഒരു പർട്ടിക്കുലർ ഇമോഷൻ ഒരാളുടെ അകത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് അഗ്നിയെ ഉദ്ദീപിക്കണേ തുല്യമാണ്. ചില പാട്ടുകൾ കേട്ടാൽ നമുക്ക് ഉള്ളിൽ വിങ്ങലും സങ്കടമൊക്കെ വരും. ചില പാട്ടുകൾ കേട്ടാൽ ഭയങ്കര ഹർഷം വരും. ഇതൊക്കെ അഗ്നിയുടെ പ്രവർത്തനമാണ്. ഓക്കെ, അത് നമ്മൾ ഈ പുറമെ കാണുന്ന തീയല്ല, ഈ തീയാണ്. അങ്ങനെ വരുമ്പോഴാണ് ജഡവസ്തുക്കളിൽ പോലും ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള തീയിനെ ഉണ്ടാക്കാൻ സിദ്ധന്മാർക്ക് സാധിച്ചിരുന്നത്. വികാരത്തിൻ്റെ തീ കൊണ്ട് പുറത്ത് തീ കത്തിക്കുക. കാരണം അവർക്കത് ചാനലൈസ് ചെയ്യാൻ അറിയാം. ശങ്കരാചാര്യസ്വാമികൾ എന്താ ചെയ്ത്? വാഴപ്പിണ്ടി വെട്ടി വെച്ചിട്ട് അമ്മയുടെ ശരീരം കടത്തിയിട്ട് അതിനെ നോക്കിയിട്ട് അസ്താം താവതീയം പ്രസൂതി സമയം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അമ്മയോടുള്ള മകൻ്റെ സ്നേഹമാണ് അവിടെ അഗ്നിയായിട്ട് വന്ന് കത്തിക്കുന്നത്. പട്ടിണത്താർ എന്താ ചെയ്ത്? ഒൻപത് എന്ന് പറഞ്ഞിട്ട് പാടി അമ്മയുടെ ചെത കത്തിച്ചില്ലേ, പാടി കത്തിച്ചില്ലേ. അപ്പം അകത്തെത്തി പുറത്തെത്തിയായിട്ട് വരും. അത് തമിഴിലൊരു ഇതുണ്ട്, മുപ്പാരും ചുട്ട തീ. അത് പറയുന്നുണ്ട്, പട്ടണത്താറുടെ വരികളാണ്. അതായത് എന്നെ ഉരുവാക്കുമ്പോൾ എൻ്റെ അച്ഛൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച തീ. അങ്ങനെയാണ് തുടങ്ങണത്. അവിടുന്ന് അങ്ങനെയാണ് തുടങ്ങണത്. എന്നിട്ട് ഞാൻ വളർന്ന തീയെ, എന്നെ ജീവിതം പഠിപ്പിച്ച തീയെ, ഇപ്പം പോകുമ്പോൾ എന്നെ എരിക്കേണ്ട തീയെ, മുപ്പാരും ചുട്ട തീയെ പറയുമ്പോൾ അത് ശിവൻ്റെ കണ്ണിലെ തീയെ. എവിടെ എത്തിയത് അല്ലേ? അങ്ങോട്ട് കാത്തി ജ്വലിച്ചാ പോണത്. അപ്പം അത് തീ എന്ന് പറയുന്നത് ഒരു വലിയ കൺസെപ്റ്റാണ്.
ജാഗ്രത സ്വപ്നം സുഷുപ്തി അവസ്ഥകളെ മുഴുവൻ കത്തിക്കുന്ന തീ എന്നാണ് ശരിക്കും ഉപ്പാരും ചുട്ട തീ എന്നർത്ഥം. അല്ലാണ്ട് 3 ലോകം കത്തിക്കുകയല്ല. ലോകമല്ല. അതെ. ഇത് കത്തിച്ചാലേ, ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും കത്തിച്ചാലേ ആ അഗ്നി കത്തിക്കുമ്പോഴേ സമാധി ഉണ്ടാവുള്ളൂ, തുര്യം കിട്ടുള്ളൂ. അതും തീയാണ്. ഈ ഭൂർഭുവ സ്വാഹ കഴിഞ്ഞ തീയ. മനസ്സിലായില്ലേ? പ്ലേസ്മെന്റ് ബ്രില്യൻ്റ് ആയിരുന്നു. അതിൽ ഈ ഭുവശബ്ദം ശിവനാണ്. അതാണ് ശരിക്കും തീയുടെ ഹാർട്ട്. ഭൂ അതിൻ്റെ ഇരിപ്പിട ശക്തിയാ. യോനിപീഠത്തിലല്ലേ ശിവലിംഗം ഇരിക്കണത്. സുവ വിഷ്ണുവാണ്, വ്യാപനമാണ്. ഇത് 3ലും തീയുണ്ട്. പക്ഷെ അതിൻ്റെ കോറ് നിൽക്കുന്ന ഭുവേലാണ്. ഗായത്രിയിൽ എവിടെ തീ ഇരിക്കണമെന്ന് വെച്ചാൽ ഭുവേല. കാരണം അത് ശിവനാ. ആ തീനെയാണ് നമ്മൾ ഗായത്രിയായിട്ട് ആരാധിക്കുന്നത്. എവിടെയും തീയാണ്. അത് ഹോമത്തിലാണെങ്കിലും വിളക്കിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ആശയത്തിലാണെങ്കിലും സൃഷ്ടിയിലാണെങ്കിലും വിനാശത്തിലാണെങ്കിലും നിലനിൽപ്പിലാണെങ്കിലും ക്രിയാത്മകതയിലാണെങ്കിലും കലയിലാണെങ്കിലും ഹിംസയിലാണെങ്കിലും അഹിംസയിലാണെങ്കിലും തീയാണ്, 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 തീയാണ്. അതുകൊണ്ടാണ് തീ ആദ്യത്തെ ദേവനായത്. ഋഗ്വേദത്തിൽ ഈവൻ സ്വരാഷ്ട്രീയൻസിനും തീയല്ലേ. ഇറാനിലൊക്കെ ആദ്യത്തെ ആരാധനാമൂർത്തി തീയായിരുന്നല്ലോ. ആ സെൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര. 2 തലയാണ് തീക്ക്. അഗ്നിക്ക് 2 തലയാണ്. വാഹനം ആടുവാണ്. അജം ആടിനെയാണ്. കാരണം അജബ് ശബ്ദം കൊണ്ട് അവിടെ ആട് എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ആടിൻ്റെ രൂപമാണെങ്കിലും അതിൻ്റെ ശബ്ദാർത്ഥം മനസ്സിലാക്കണം. ജനിക്കാത്തതെന്ന് അതിൻ്റെ അർത്ഥം. ജനിക്കാത്തതിനെ വാഹനമാക്കിയിട്ട് സഞ്ചരിക്കുന്ന പവർ ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് അഗ്നി. അതിന് 2 ഫേസാണ്. ആ ഫേസസിന് ഇതുണ്ടോ? 2 ഫേസ് വരാൻ? അത് കാരണം എന്ന് വെച്ചാൽ അഗ്നി സൃഷ്ടിക്കുകയും ചെയ്യും, അഗ്നി സംഹരിക്കുകയും ചെയ്യും. അഗ്നിക്ക് നിലനിർത്തുന്ന പരിപാടിയില്ല. ദ്വിമൂർത്തിയാണ്, ത്രിമൂർത്തി ആവില്ല. ഓക്കെ. അതേമാതിരി തന്നെ എവിടെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, എവിടെയൊക്കെ സത്യത്തിനെ കാണിച്ചു കൊടുക്കുന്നു, അതിനൊക്കെ തീയുടെ സ്വഭാവ. തൃശൂലം, സുദർശനം, നല്ലത് കാണിച്ചു കൊടുക്കുന്നത് അഗ്നിയല്ലേ. ആയുധങ്ങൾക്കൊക്കെ, ദേവാദികളുടെ പ്രധാന ആയുധങ്ങൾക്കൊക്കെ അഗ്നി സ്വഭാവമാണ്. വജ്രായുധം, ഭഗവതയുടെ പള്ളിവാള്, ഇതിനൊക്കെ അഗ്നി സ്വഭാവമാണ്. വേല്, അഗ്നിവേൽ എന്നാ പറയുക. പവർ ഓഫ് ഡിസ്ക്രിമിനേഷനാണ് വേല്. ശരിക്കും ഒരു കാര്യത്തിൻ്റെ ശരിയോ തെറ്റോ എന്ന് വിവേചിച്ചറിയാനുള്ള നമ്മുടെ ബുദ്ധിയുടെ കൂർമ്മതയാണ് വേല്. ഞാൻ അതിൻ്റെ പ്രയോഗം പറഞ്ഞല്ലോ. എല്ലാറ്റിനും കോറി പോയാൽ 100 പേരിട്ട് വിളിച്ചാലും എല്ലാം തീയാണ്. ഈ അഗ്നിയാണ്. അഗ്നി ഇല്ലാണ്ട് ഒന്നുമില്ല. സൂര്യനിൽ പകൽ നേരത്ത് നിൽക്കണ അഗ്നി വീടുകളിലേക്ക് സന്ധ്യാകാലത്ത് ദീപങ്ങളിലേക്ക് വരികയാണ്. അതിനാണ് വൈകുന്നേരങ്ങളിൽ വിളക്കൊളുത്തി വെക്കണം. അഗ്നിയെ വിട്ടിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല നമുക്ക്. പകൽ നേരത്ത് സൂര്യനിലുണ്ടത് നമ്മളെ സഹായിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് തരുന്നുണ്ട്. സന്ധ്യയ്ക്ക് സൂര്യൻ മറിയുമ്പോൾ അതിനെ നമ്മൾ നമ്മുടെ വീടുകളിലകത്ത് കൊണ്ടുവന്നിരുത്തുകയാണ്. അതിനാണ് ദീപങ്ങൾ കൊളുത്തുന്നത്. ഈ അഗ്നിയെ ഉദ്ദീപിപ്പിച്ചാലേ കുണ്ഡലിനി ഉണർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടൊരു ദേവീക്ഷേത്രങ്ങളിലെ ദീപാരാധനയ്ക്ക് പ്രത്യേകിച്ചും കുണ്ഡലിനിയെ ഉണർത്താനുള്ള ശക്തി കൂടും. ദേവീക്ഷേത്രങ്ങളിലെ ദീപാരാധനയ്ക്ക് അത് മറ്റു കുറേ പറയാനുണ്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ട്രിഗറാണ്, പറഞ്ഞാൽ തീരില്ല അഗ്നിയുടെ മഹിമ. മന്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അഗ്നേനയ സുപധാരായ സ്മാൻ പറഞ്ഞുള്ള മന്ത്രങ്ങളൊക്കെ ഈ ഋഗ്വേദത്തിലെ മിക്ക മന്ത്രങ്ങൾ ഈ അഗ്നിയുടെ ഈ പല പല ക്വാളിറ്റീസിനെയാണ്. നമ്മൾ പക്ഷേ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ സായണൻ്റെ ഭാഷ്യത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ സായിപ്പന്മാർ പറഞ്ഞപ്പോൾ ഗ്രിഫിത്തോ അല്ലെങ്കിൽ മാക്സ് മുള്ളറൊക്കെ പറഞ്ഞോ കേട്ടിട്ടല്ലേ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കത് വെറും തീയായി പോയി. അതിപ്പോൾ ഗോപാലൻ എന്ന് പറഞ്ഞാൽ പശുവിനെ മേയ്ക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കണ പോലെയാണ്. നിരുക്തത്തിൽ ഗോശബ്ദം കൊണ്ട് ഋഷിമാരുടെ കൂട്ടം, പ്രകാശരശ്മികളുടെ കൂട്ടം എന്നൊക്കെയാണ്. അതിനെ പാലിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം വരേണ്ടത്. നമ്മൾ പശുവിനെ മേയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഭാഗവതം പറയുമ്പോൾ ഗോപികമാരുടെ കാര്യം പറയണം, ഗോപന്മാരുടെ കാര്യം പറയണം. ഗോപിയും ഗോപനും ആരാന്നുള്ളത് അർത്ഥറിഞ്ഞ് മനസ്സിലാക്കിയ അതിൻ്റെ കഥയെ വേറെയാണ്. അതുപോലെ ഇത്രയും ഇൻഡെപ്ത് കണ്ടന്റ് ഉള്ള ഒരു എലമെൻ്റാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ എല്ലാത്തിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു എലമെൻ്റാണ് അഗ്നി. എന്ത് പറഞ്ഞാലും അതിനകത്ത് അഗ്നിയുടെ ഒരു ഫോം ഉണ്ട്. അപ്പം ഇന്നത്തെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മളുടെ മോഡേൺ ലൈഫ്, മോഡേൺ വേൾഡിൽ നമ്മൾ മിസ്റെസ്പെക്റ്റ് അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ
ഇന്നത്തെ ഇതിനകത്ത് നോക്കുമ്പോൾ എല്ലാത്തിനും ഓവർ യൂസാണ്, ഓവർ കൺസംഷൻ, പൊല്യൂഷൻ, ഇങ്ങനത്തെ ഇതെല്ലാം വരുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും ഇന്ന് അഗ്നിനെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മോഡിലാണോ പോകുന്നത്? 100% ആണ്. കാരണം അഗ്നിയെ വെറുതെ നമ്മൾ മലിനീകരണവും അത് കത്തിക്കുന്നതും അതിൻ്റെ ഊർജം നശിപ്പിക്കുന്നതും മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, അഗ്നി വാക്കാ. മനുഷ്യനിന്ന് വാക്കുകൾ എത്രയാ ഒരു ക്രമമില്ലാണ്ടല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു നിരുത്തരവാദപരമായിട്ടുള്ളൊരു കമൻറ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എഴുതുമ്പോൾ പോലും നമ്മൾ അഗ്നിയെ മിസ്യൂസ് ചെയ്യണം. നമ്മളൊരു നുണ പറയുമ്പോൾ അഗ്നിയെ നമ്മൾ മിസ്യൂസ് ചെയ്യണം. നമ്മളൊരാളെ ശപിക്കുമ്പോൾ അഗ്നിയെ നമ്മൾ മിസ്യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ശരീരത്തിൽ ചേരാത്തൊരു ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് കഴിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അഗ്നിയെ മിസ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഗ്നി, ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ അഗ്നി ആയിരുന്നെങ്കിൽ വികലമായ കല, വികലമായ പാട്ടുകൾ ഉണ്ടാക്കണു, വികലമായ സംഗീതം ഉണ്ടാക്കണു, വികലമായിട്ടുള്ള നൃത്തരൂപങ്ങൾ ഉണ്ടാക്കണു. എവിടെയൊക്കെ അഗ്നിയുടെ പർപ്പസ് ഉണ്ടോ എവിടെയൊക്കെ അത് വികലമായിട്ട് മാറുണ്ടോ, എവിടെയൊക്കെ അത് വേറൊരാളെ അപമാനിക്കാനോ മുറിപ്പെടുത്താനോ ആയിട്ട് മാറുന്നുണ്ടോ, അവിടെയൊക്കെ അഗ്നിയെ നമ്മൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിനെ അബ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അഗ്നിയെ അപമാനിക്കുകയാണ്. കാരണം ഈ അഗ്നിയുടെ ശക്തി കൊണ്ടാണ് നിൽക്കുന്നത്. നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത അഭക്ഷ്യഭക്ഷ്യങ്ങൾ കഴിക്കുമ്പോൾ, കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ കഴിക്കുമ്പോൾ, ഓവറായിട്ട് കഴിക്കുമ്പോൾ, പറയാൻ പാടില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, അമിതമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, അല്ലേ? അപ്പോൾ ആ തരത്തിലും അനാദരിക്കുന്നുണ്ട്. അഗ്നി പുറമേയുള്ള ഫിസിക്കൽ ഫയർ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ എത്രയോ എന്താ പറയുക ലാഘവത്തോടെ. ഇപ്പോൾ ഓർമ്മയില്ലേ, എറണാകുളത്ത് ആ ചപ്പും ചവറും കൊണ്ടേ കത്തിക്കുന്ന സ്ഥലം കാത്തിട്ട് 1 മാസത്തോളം ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ടത്. ഈവൺ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡൽഹിയൊക്കെ അനുഭവിക്കുന്ന ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ അഗ്നിയുടെ ബൈ പ്രോഡക്റ്റുകൾ, അഗ്നിയുടെ മിസ്യൂസാണത്. അഗ്നിയുടെ മിസ്യൂസാണത്. ടോക്സിൻസ് മുഴുവൻ നമ്മൾ പ്രകൃതിയിലേക്ക് തള്ളുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ അകത്തും ടോക്സിൻസ് തള്ളുന്നുണ്ട് അഗ്നിയുടെ മിസ്യൂസ് വഴി. അപ്പോൾ ഇൻറ്റേർണൽ വേൾഡും കറപ്റ്റാണ്, ഔട്ടർ വേൾഡും കറപ്റ്റാണ്. ബോത്ത് വേൾഡ്സ് വി ഡിസ്റെസ്പെക്ട് അഗ്നി. ഇൻ വാട്ട് എവർ വാരിഡ് ഫോംസ് ഇറ്റ് ഈസ് അവൈലബിൾ, വി ആർ ഡിസ്റെസ്പെക്റ്റിംഗ് ഇറ്റ്, അല്ലേ? ഒരു ആധ്യാത്മിക തലത്തിലാണെങ്കിൽ ഈ പാറ്റ വീണ എണ്ണയിൽ ഉള്ള ഒരു വിളക്കിൽ വീണ്ടും പോയിട്ട് വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ നമ്മൾ ആ അഗ്നിയെ മലിനപ്പെടുത്തുകയാണ്, അല്ലേ? അങ്ങനെ എല്ലാ തരത്തിലും എവിടെ നോക്കിയാലും അഗ്നി മലിനപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്, എല്ലാ തരത്തിലും. അത് ഇനി എണ്ണിയിട്ട് എക്സാമ്പിളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ മോഡേൺ കോൺസെപ്റ്റ്, മോഡേൺ വേൾഡും നമ്മൾ ജീവിക്കുന്നൊരു കോൺസെപ്റ്റിൽ ഒരു ലേമൻസ് ടൈപ്പിലാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാം എർത്തിലോട്ട് വലിക്കുന്നു, റൈറ്റ്? അഗ്നി കത്തുന്നതെല്ലാം മുകളിലേക്കാണ്. അവിടെ എന്തെങ്കിലും ഇതിപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പുരി ജഗന്നാഥ ടെമ്പിളിൽ കാറ്റിന് എഗൻസ്റ്റ് കൊടി ധ്വജം പറക്കുന്ന പറഞ്ഞ പോലത്തെ ഒരു കോൺസെപ്റ്റായി. അതിൻ്റെ ലോജിക്ക് സത്യമാണ്. കാരണം ഈവൻ വായു പോലും അഗ്നിയുടെ സ്പർശം ഉണ്ടാകുമ്പോൾ ചൂട് പിടിക്കുമ്പോഴാണ് മേലോട്ട് പൊങ്ങുള്ളൂ. അഗ്നി എപ്പോഴും ഊർധ്വമുഖമാണ്, മേലോട്ടാണ്. അവിടെ അഗ്നിയുടെ തലകളും ഊർധ്വമായിട്ടാണ് പറയുക, മേലോട്ടാണ് പറയുക. അഗ്നിയുടെ ഫോഴ്സ് എപ്പോഴും ഭൂമിയിൽ നിന്ന് എവയാണ്, ഗ്രാവിറ്റേഷൻ എവയാണ്. അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ അൾട്ടിമേറ്റ് ഫോഴ്സ് അതാണെന്നുള്ളതാണ്. ഭൂമിയെ മായയുടെ സ്വരൂപമായിട്ട് കണ്ട മായാബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അതിൽ നിന്ന് വേർപെട്ട് പോകുമ്പോഴാണല്ലോ. അതിൻ്റെ ആ ആധ്യാത്മിക തത്വമായിരിക്കണം ഒരുപക്ഷെ ഈ ഇതിൽ സംഭവിക്കുന്നത്. സയൻസിൽ അത് വേറെയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പദാർത്ഥങ്ങൾ, അതിൻ്റെ മോളിക്യൂൾസ് വിഘടിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബോണ്ടിങ്ങുകളിൽ വ്യത്യാസം വരുമ്പോൾ അത് റൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയും ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്. അപ്പോൾ നാച്ചുറലി അത് മേലോട്ട് സഞ്ചരിക്കും. അതുകൊണ്ടാണത് കത്തി ഉയരണത്. കാരണം ചൂടുവായി മേലോട്ട് പോകണമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പിരിച്വൽ അർത്ഥത്തിൽ ഭൂസംബന്ധിയായിട്ടുള്ള സകലതും ഈ ലോകത്തിൽ നമ്മളെ ബന്ധിച്ചിടുന്നതാണ്. മായ തന്നെയാണ് അതിനാണ് നമ്മൾ മായ എന്ന് പറയണത്. പ്രകൃതിയാവുള്ള സകലതും അതിൽ നിന്ന് നമ്മളെ വേർപെടുത്തി മേലോട്ട് കൊണ്ടുപോവുക, ഉയർത്തുക ഹയർ വേൾഡ്സിലേക്ക്. അതുകൊണ്ടാണല്ലോ ദേവന്മാർക്കുള്ള ആഹുതികൾ അഗ്നിയിൽ കൊടുക്കണത്. ഈ ശീവേലി എന്തിനാണ് നടത്തുന്നത്? അഗ്നിക്ക് കൊടുക്കണത്. അതിൻ്റെ കോർ കിടക്കണത് അഗ്നിയുടെ ബലിക്കല്ലിലാണ്. അത് ഇടുക. അതിനെ ഒന്നുകൂടെ വിപുലീകരിച്ചാലാണ് ശീവേലിയും ഭൂതബലിയും ഉത്സവബലിയൊക്കെ ആയിട്ട് മാറുന്നത്. അതൊക്കെ ഈ ഹയർ വേൾഡ്സിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുക ഫ്രം എ ഡൗൺ ട്രോഡൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഇത് ഒരുപക്ഷെ ആൻറ്റി ഗ്രാവിറ്റി ആയിട്ട്
ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് എപ്പോഴും തീ മേലോട്ട് തന്നെ വരണത്. ഓക്കെ. സത്യമാണ്. മറ്റ് എലമെൻറ്റുകളിലൊക്കെ എല്ലാം താഴോട്ടല്ലേ, ഇത് താഴത്തോട്ട്. മേലോട്ടാ വരും. അതെ അതെ. ആകാശം മാത്രമല്ല, പിന്നെ മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. ആ, അത് കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും തോന്നുന്നത് നമുക്ക് നല്ല ടെമ്പറേച്ചർ ഉള്ളപ്പോൾ വി ഫീൽ കോൾഡ്, പുതയ്ക്കണം, ബ്ലാങ്കറ്റ് വേണം, കട്ടിയുള്ള ഉവ്വ്. തുണി എന്തെങ്കിലും വേണം. വേറാസ് നമ്മൾ ഒരു തണുപ്പുള്ളൊരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ വി വോണ്ട് സംതിങ് ടു ബി യൂസ്ഡ് ആസ് എ വാം ടു കവർ അപ്പ്, അതെ അല്ലേ? അതെ. ഇവിടെ ആ ലോജിക്കിൽ ഒരു ഡിഫറൻസ് ഇല്ല. ഈ രണ്ടും അഗ്നിയുടെ കളിയല്ല. അഗ്നിയുടെ കളിയാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ശരീരത്തിൽ അഗ്നി സ്വഭാവം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്തെ ടെമ്പറേച്ചർ തണുപ്പായിട്ടാണ് ഫീൽ ആവുക. പുറത്തുള്ള ടെമ്പറേച്ചറിനെക്കാളും തനിക്ക് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ സ്കിന്നിൽ തട്ടുമ്പോൾ സ്കിന്നിന് അത് തണുപ്പാണ്. നേരെ മറിച്ച് പുറത്തുള്ള ടെമ്പറേച്ചർ ചൂടാവുന്ന സമയത്ത് ശരീരം വല്ലാണ്ട് തണുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് നമുക്ക് ഇങ്ങനെയാണ് ചൂടായിട്ടുള്ളത് ആവശ്യമായിട്ട് തോന്നുക. അത് ഒരു പ്രഹേളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഉച്ച നേരത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ അല്ലെങ്കിൽ AC ഉണ്ടോ എന്ന് ചോദിക്കും. അതെ തണുപ്പ്. അതെ അതെ. പക്ഷെ ഇതേപോലെ മറ്റേ ചൂട് ഉള്ള സമയത്ത് നല്ല ഇതിൽ കുറച്ചുകൂടെ ചൂട്. നേരെ അതെ അത് ഉഷ്ണേന ശാന്തി എന്ന് പറയും, അല്ലേ? ഇഷ്ടമില്ല ശാന്തി കൃഷ്ണ. അതെ, ഉഷ്ണം കൊണ്ടാണ് ഉഷ്ണത്തിനെ ശാന്തിപ്പെടുത്തേണ്ടത്. അതല്ലേ നമ്മൾ ഈ ചൂടുള്ള പ്രദേശങ്ങളിലുള്ളവരാണല്ലോ ഈ ഗുണ്ടൂരുമുളക് പോലുള്ള മുളകൊക്കെ കഴിക്കുക. ഭയങ്കര ചൂടുണ്ടാക്കണം. ഭയങ്കര ഹിറ്റാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലും അഗ്നിയുണ്ട്. പപ്പായ, ഞാൻ പറയാറില്ലേ, പപ്പായ, കോഴിമുട്ട, ചിക്കൻ, ഇങ്ങനത്തെ പദാർത്ഥങ്ങൾക്കൊക്കെ ശരീരത്തിൽ ചൂട് കൂട്ടാനുള്ള കഴിവുണ്ട്. നേരെ മറിച്ച് വേറെ ചില മാംസങ്ങളും ചില പച്ചക്കറികളിലും തണുപ്പായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് കഫം വർദ്ധിപ്പിക്കുന്നത്, കഫത്തെ കുറയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഥ്യം എഴുതി തരുമ്പോൾ ഇന്നത് കഴിക്കരുത്, കഴിക്കാൻ പാടില്ല. മുഴുവൻ ഈ അഗ്നിയുടെ കളിയാണ്. ഇത് മുഴുവൻ അഗ്നിയെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. ഈ പപ്പായ കഴിക്കുന്നത് ചൂട് കൊണ്ടാണ്. അപ്പം ഡൈജഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ എൻസൈംസും അങ്ങനെയാണല്ലോ. പപ്പായിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻസൈം ഒക്കെ ഉണ്ടായില്ലേ, അത് ഈ പ്ലാറ്റ്ലെറ്റ്സ് കൂട്ടാൻ നല്ലതാണ്. അതിൻ്റെ ഈ ഇളമില. ഡെങ്കിയൊക്കെ വരുമ്പോഴും ഈ ക്യാൻസറിൻ്റെ നമ്മൾ ഈ ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ, നമ്മൾ ഈ കീമോ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ, ബ്ലഡൊക്കെ മാറ്റിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ പപ്പായയുടെ ഇളമില ചെറുതായിട്ട് നുറുക്കിയിട്ട് ചീരപ്പേരിയൊക്കെ പോലെ കഴിക്കാൻ കൊടുക്കണം, രോഗിക്ക് കൊടുക്കണം, നല്ലതാണ്. പ്ലാറ്റ്ലെറ്റ്സ് ലോസ് ഉണ്ടെങ്കിൽ ഡെങ്കിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നല്ലതാണ്. പച്ചപ്പപ്പായയാണ് ഏറ്റവും നല്ലത്. പഴത്തിൽ മെയിൻ പഴുത്ത പഴത്തിനെക്കാട്ടിലും പച്ചപ്പപ്പായയാണ് നല്ലത്. ഹീറ്റ് കൂടുതലാണ്. അതുകൊണ്ടല്ലോ ഗർഭിണികൾ കഴിക്കരുത് പറഞ്ഞത്. മിസ്കാരേജ് വരും, ഫീറ്റസിനെ നശിപ്പിച്ചോളി. അത് ആ പീരീഡിൽ എൻറ്റയർ പീരീഡിൽ കഴിക്കാൻ പാടില്ല. കഴിക്കരുത്. കുട്ടിക്കും ബുദ്ധിമുട്ടാണ്. കുട്ടി വളർന്ന് കുറച്ചായാലും അമ്മയുടെ ഭക്ഷണത്തിലെ അമ്മയുടെ ചൂടല്ലേ കുട്ടിക്കും തട്ടുന്നത്. അതുപോലെ രൂക്ഷാഹാരങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത്. ഈ രൂക്ഷം അച്ചാറുകൾ, രൂക്ഷമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ അഗ്നിയാണ്. തീയുടെ എക്സസ് അഗ്നിയാണ്. എല്ലാം തീയാണ്, പക്ഷേ എക്സസ് അഗ്നിയാണ്. എക്സസ് അഗ്നി താങ്ങാൻ പറ്റില്ല.